നമസ്കാരം. ലക്ഷക്കണക്കിന് ഉദ്യോഗാർത്ഥികളുടെ ഭാവി വെച്ച് പന്താടുന്ന കേരള പബ്ലിക് സർവീസ് കമ്മീഷന്റെ ഒളിച്ചുകളിക്കെതിരെ വിവരാവകാശ കമ്മീഷൻ പടവാളാങ്ങുന്നു. ആസൂത്രണ ബോർഡ് പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട നിർണായക വിവരങ്ങൾ നൽകാൻ മടിക്കുന്ന PSCയുടെ നിലപാടിനെതിരെ കടുത്ത വിമർശനമാണ് വിവരാവകാശ കമ്മീഷൻ ഉന്നയിച്ചിരിക്കുന്നത്. അർഹതപ്പെട്ട ഉദ്യോഗാർത്ഥിക്ക് ഉത്തരക്കടലാസുകളുടെ പകർപ്പും അഭിമുഖത്തിൽ ലഭിച്ച മാർക്കിന്റെ വിശദാംശങ്ങളും നൽകാതിരിക്കുന്നത് തികച്ചും നിരുത്തരവാദപരമാണെന്ന് വ്യക്തമാക്കിയ കമ്മീഷൻ വലിഞ്ഞു മുറുകുന്ന PSCക്ക് ഒടുവിൽ അന്ത്യശാസനം നൽകുകയും ചെയ്തു. വിവരങ്ങൾ കൈമാറാൻ മുൻപ് നൽകിയ ഉത്തരവ് PSCയിലെ ഉദ്യോഗസ്ഥർ മനഃപൂർവ്വം അട്ടിമറിക്കുകയാണെന്ന് കമ്മീഷൻ കുറ്റപ്പെടുത്തുകയായിരുന്നു. ഇത് രാജ്യത്തെ വിവരാവകാശ നിയമത്തോടുള്ള പരസ്യമായ വെല്ലുവിളിയാണ്. കൃത്യവിലോപം കാണിച്ച PSC ഇൻഫർമേഷൻ ഓഫീസർക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കുമെന്ന മുന്നറിയിപ്പോടെ കമ്മീഷൻ വീണ്ടും നോട്ടീസ് അയച്ചിട്ടുണ്ട്. വീഴ്ച ഗൗരവത്തോടെയാണ് കാണുന്നതെന്നും എന്നാൽ ഉദ്യോഗസ്ഥന് ഒരു അവസാന അവസരം കൂടി നൽകുകയാണെന്നും കമ്മീഷൻ വ്യക്തമാക്കി. വരും ഓഗസ്റ്റ് 10-നകം പരാതിക്കാരൻ ആവശ്യപ്പെട്ട മുഴുവൻ വിവരങ്ങളും കൈമാറിക്കൊണ്ട് കമ്മീഷന് റിപ്പോർട്ട് സമർപ്പിക്കണമെന്നാണ് കടുത്ത നിർദ്ദേശം. ആസൂത്രണ ബോർഡ് പരീക്ഷ എഴുതിയ ഉദ്യോഗാർത്ഥിയാണ് ഉത്തരക്കടലാസിന്റെ പകർപ്പും ഇന്റർവ്യൂവിന്റെ മാർക്ക് ഷീറ്റും ആവശ്യപ്പെട്ട് അപേക്ഷ നൽകിയത്. എന്നാൽ തങ്ങളുടെ പരീക്ഷാ ക്രമക്കേടുകൾ പുറത്തുവരുന്ന ഭയത്താൽ വിവരാവകാശ നിയമപ്രകാരം ഇത് നൽകാനാകില്ലെന്ന വിചിത്ര നിലപാടാണ് PSC സ്വീകരിച്ചത്. പരീക്ഷയുമായി ബന്ധപ്പെട്ട മുഴുവൻ രേഖകളും കൈമാറണമെന്ന വിവരാവകാശ കമ്മീഷന്റെ മുൻ ഉത്തരവ് പോലും കാറ്റിൽ പറത്താൻ PSC മടിച്ചില്ല. മറ്റൊരു റാങ്ക് പട്ടിക കൂടി പുറത്തു വരാനിരിക്കെ ഈ ഘട്ടത്തിൽ വിവരങ്ങൾ കൈമാറാൻ കഴിയില്ലെന്ന ന്യായീകരണമാണ് ഉദ്യോഗാർത്ഥിക്ക് മറുപടിയായി നൽകിയത്. പോരെങ്കിൽ കമ്മീഷന്റെ ഉത്തരവിനെതിരെ ഹൈക്കോടതിയെ സമീപിക്കുമെന്ന ഭീഷണിയും ഉയർത്തി. എന്നാൽ ഈ അനീതി ചോദ്യം ചെയ്ത് ഉദ്യോഗാർത്ഥി വീണ്ടും വിവരാവകാശ കമ്മീഷനെ സമീപിച്ചതോടെയാണ് PSC ഉദ്യോഗസ്ഥർ പെട്ടുപോയത്. ആസൂത്രണ ബോർഡിലെ നിയമന ക്രമക്കേടുമായി ബന്ധപ്പെട്ട് ചോദ്യപേപ്പർ, ഉത്തരസൂചിക, അഭിമുഖത്തിന് ക്ഷണിച്ചവരുടെ വിവരങ്ങൾ, മാർക്ക് ഷീറ്റ് അടക്കമുള്ള മുഴുവൻ രേഖകളും അന്വേഷണ സംഘമായ ക്രൈംബ്രാഞ്ചിന് PSC കൈമാറിയിരുന്നു. എന്നാൽ വിവരമറിയാൻ അവകാശമുള്ള ഉദ്യോഗാർത്ഥികൾ ചോദിച്ചപ്പോൾ നിയമന പ്രക്രിയ പൂർത്തിയായില്ല എന്ന് പറഞ്ഞ് വാതിൽ കൊട്ടിയടയ്ക്കുകയായിരുന്നു. PSCയുടെ ഈ കള്ളക്കളി ഇനി നടപ്പില്ലെന്ന് വ്യക്തമാക്കിയാണ് ഓഗസ്റ്റ് 10 എന്ന നിർണായക ഡെഡ്ലൈൻ വിവരാവകാശ കമ്മീഷൻ ഇപ്പോൾ നിശ്ചയിച്ച് നൽകിയിരിക്കുന്നത്. മറ്റൊരു റാങ്ക് പട്ടിക കൂടി പുറത്തു വരാനിരിക്കെ ഈ ഘട്ടത്തിൽ വിവരങ്ങൾ കൈമാറാൻ കഴിയില്ലെന്ന ന്യായീകരണമായിരുന്നു ഉദ്യോഗാർത്ഥിക്ക് മറുപടിയായി ഇവർ നൽകിയത്. കമ്മീഷന്റെ ഉത്തരവിനെതിരെ ഹൈക്കോടതിയെ സമീപിക്കുമെന്ന ഭീഷണിയും ഉയർത്തുകയായിരുന്നു. എന്നാൽ ഈ ഒരു അനീതി ചോദ്യം ചെയ്താണ് ഉദ്യോഗാർത്ഥി വീണ്ടും വിവരാവകാശ കമ്മീഷനെ സമീപിച്ചതും. അങ്ങനെയാണ് PSC ഉദ്യോഗസ്ഥർ പെട്ടുപോയ അവസ്ഥയിലെത്തിയത്.